അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മളിങ്ങനെ പരിചയപ്പെട്ടു ട്രീസിന്റെ ഹൊറിസോണലും വെർട്ടിക്കലൊക്കെ അല്ലേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോണത് കളർ സാച്ചുറേഷനും കാര്യങ്ങളാണ്, ഒബ്ജക്റ്റിന്റെ കളർ സാച്ചുറേഷനും കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഒരു സെയിം ഒബ്ജക്റ്റ് എങ്ങനെ നമുക്കൊരു ലൈബ്രറിയിൽ നിന്ന് കണ്ടെത്താം എന്നുള്ളതാണ് നോക്കാൻ പോണത്. അതിന്റെ കൂടെ തന്നെ ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യേണ്ട ടൂൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ എന്തൊക്കെ മനസ്സിലായി? മൂവ്, ഫ്രീ, ഹൊറിസോണല്, അപ്പ് ആൻഡ് ഡൗൺ, റൊട്ടേറ്റ്, സ്കെയില്. ഇനി വേറൊരു കാര്യം, നമ്മൾ എന്ത് ചെയ്തു? സെലക്ഷൻ ടൂളിൽ ഇട്ടു, ഇത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിന്റെ കൂട്ടത്തിലുള്ള നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യാൻ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കൺട്രോൾ ആണ്. സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്. കൺട്രോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോരാം. പക്ഷെ ഇത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. കാരണം ഇത്രയും മരങ്ങൾ അടിയുന്ന ഈ ഒരു പെർട്ടിക്കുലർ മരം മാത്രം സെലക്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതെങ്ങനെ വളരെ പെട്ടെന്ന് ചെയ്യാൻ നോക്കാം നമുക്കിനി. അതിനായിട്ട് ഒന്നെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഒന്ന് സെലക്ട് ചെയ്ത് എടുത്തു. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്താൽ സൂം ആയിട്ട് വരും കേട്ടോ. അപ്പൊ ഈ ഒബ്ജക്റ്റിനെ ക്ലിക്ക് ചെയ്തു, ഡബിൾ ക്ലിക്ക് അടിച്ചു, എന്തായി? നമുക്ക് സൂം ആയിട്ട് വരും. ഇവിടെ കണ്ടോ കുറച്ച് ഓപ്ഷൻസ്, ഷോ അഡ്വാൻസ്. അതുപോലെ ഒരു കാര്യം കൂടി, ഇതും കൂടെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. ട്രാൻസ്പെറൻസി ഉണ്ട്. മരത്തിന്റെ ട്രാൻസ്പെറൻസി നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറക്കണമെങ്കിൽ കുറക്കാം. കളർ മാറ്റി കൊടുക്കാം. കളർ സാച്ചുറേഷന്, കളർ റേഞ്ച്, അത് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ മാനുവലി സെറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ആരോ മാർക്ക് കാണാം, ഷോ അഡ്വാൻസ് ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഇവിടെ കണ്ടോ ഫോക്കസ് ഓൺ സെലക്ഷൻ ഉണ്ട്. അത് ആ മരത്തിനെ ഫോക്കസ് ചെയ്യേണ്ടതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. രണ്ടാമതുണ്ട് സെലക്ട് ഒബ്ജക്റ്റ് ഐഡന്റിക്കൽ ലൈബ്രറി. ആ ലൈബ്രറിയിലെ ഇതാണ് മരം. അതിനെന്ത് ചെയ്തു? നമ്മള് എടുത്തു. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഈ മരം എവിടെ കിടക്കണമെന്ന് അറിയില്ല. അപ്പൊ ഏറ്റവും ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അഡ്വാൻസ് ഓപ്ഷൻ എനേബിൾ ചെയ്യുക, ഫിൻഡ് അടിച്ചു വിടുക. അപ്പൊ ആ ലൈബ്രറിയിലെ മരം ഓട്ടോമാറ്റിക് സെലക്ഷൻ വരും കേട്ടോ.